You're a superhero. വാട്ട് ഇഫിന്റെ സീസൺ 2 ആദ്യ എപ്പിസോഡ് ഇപ്പോൾ ഡിസ്നി പ്ലസിലൂടെ റിലീസ് ആയിരിക്കുകയാണ്. നെബുലയെ ബേസ് ചെയ്തുകൊണ്ടുള്ള ആദ്യത്തെ എപ്പിസോഡിന്റെ ടൈറ്റിലാണ് വാട്ട് ഇഫ് നെബുല ജോയിൻ ദി നോവ കോർപ്സ്. ഇൻഫിനിറ്റി വാർ ഇവന്റ്സിന് മുമ്പേ തന്നെ റോണൻ താനോസിനെ തീർത്തതിന് ശേഷം നെബുല നോവ കോർപ്സിൽ ചേർന്നാൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഈ എപ്പിസോഡിലൂടെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പറയാതെ വീഡിയോയിലേക്ക് കടക്കാം. സോ ലെറ്റ്സ് ബിഗിൻ ദി വീഡിയോ. ആദ്യത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് എക്സാൻഡറിന്റെ ഇരുണ്ട പ്രദേശത്ത് കൊല്ലപ്പെട്ട് കിടക്കുന്ന യോണ്ടുവിനെ കാണിച്ചുകൊണ്ടാണ്. യോണ്ടു അവിടെ എത്തിയത് എങ്ങനെയെന്ന് ഈ എപ്പിസോഡിന്റെ എൻഡിംഗിലേക്ക് അടുക്കുന്നതോടെ നമുക്ക് മനസ്സിലാകും. യോണ്ടു കിടക്കുന്നിടത്തേക്ക് നോവ കോർപ്സിലെ കോർപ്സ്മാനായ നെബുല കടന്നു വരുന്നു. വർഷങ്ങൾക്ക് മുമ്പേ താനോസിനും സിസ്റ്ററായ ഗമോറയ്ക്കുമൊപ്പം ബ്ലാക്ക് ഓർഡറിലെ ഒരാളായിരുന്നു നെബുലയും. ആ സമയം തന്നെയാണ് ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സിയിൽ കണ്ടതുപോലെ റോണൻ താനോസിന് വേണ്ടി വർക്ക് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ റോണൻ ചതിയിലൂടെ താനോസിനെയും ഗമോറയെയും അടക്കം എല്ലാവരെയും കൊല്ലുകയും ആ സ്ഥാനം കൈക്കലാക്കുകയും ചെയ്യുന്നു. ഇതിനിടെ അവിടെ നിന്നും സർവൈവ് ചെയ്ത നെബുലയെ നോവ കോർപ്സിന്റെ കമാൻഡറും നോവ പ്രൈമുമായ ഇറാനി റയൽ രക്ഷപ്പെടുത്തുകയും നോവ കോർപ്സിലേക്ക് റിക്രൂട്ട് ചെയ്യുകയും ചെയ്യുന്നു. അന്ന് മുതലേ നെബുല നോവ കോർപ്സിലാണുള്ളത്. ഇതിനിടെ സാൻഡാർ പിടിച്ചടക്കാനും റോണൻ ശ്രമിച്ചെങ്കിലും ആ ഇൻവേഷൻ തടയുന്നതിനായി നോവ കോർപ്സ് സാൻഡാറിനെ ഒരു പ്ലാനറ്ററി ഷീൽഡ് കൊണ്ട് മൂടുന്നു. അവിടുത്തെ 50 വർഷത്തേക്ക് വേണ്ടി റെഡിയാക്കിയ ഈ പ്ലാനറ്ററി ഷീൽഡ് മറികടക്കാതെ റോണന് സാൻഡാറിലേക്ക് കടക്കാൻ പോലും പറ്റില്ല. ഈ പ്ലാനറ്ററി ഷീൽഡ് കാരണം തന്നെ ഇപ്പോൾ സാൻഡാർ മൊത്തം ഇരുട്ടിലാണ്. അത് കാരണമായിട്ട് പ്രതിഷേധിക്കുന്നവരെയും ഇതിൽ കാണാം. അങ്ങനെ നോവ കോർപ്സിലായിരുന്ന നെബുല യോണ്ട് കിടക്കുന്നിടത്തായി നിൽക്കുന്നതിനിടെ നോവ കോർപ്സിലെ ഡെനേറിയനായ ഗാർത്തൻസാലും മറ്റു കോർപ്സും അവിടേക്ക് എത്തുന്നു. ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സിയിലായിട്ട് നമുക്ക് ഇതേ ക്യാരക്ടറിനെ കാണാം. ബ്ലാക്ക് ഓർഡറിലായിരുന്നതിനാൽ തന്നെ ഗാർത്തൻസാൾ അടക്കമുള്ള മറ്റുള്ള കോർപ്സ്മെനൊക്കെ നെബുലയെ കുറച്ചാണ് കാണുന്നത്. ഈ സീനിലൂടെ തന്നെ നമുക്കത് മനസ്സിലാകുന്നുമുണ്ട്. യോണ്ടുവിന്റെ കേസ് പെട്ടെന്ന് തന്നെ തീർക്കാൻ ഗാർത്തൻസാൾ നോക്കുന്നത് നെബുലയ്ക്ക് ചെറുതായിട്ട് ഡൗട്ട് അടിച്ചെങ്കിലും പിന്നീട് അവർ പോകുന്നവരെ അവിടെ വെയിറ്റ് ചെയ്ത നെബുല അവർ പോയതോടുകൂടി അവിടേക്ക് വരികയും യോണ്ടുവിന്റെ വെപ്പണായ യാക്കാരോ കണ്ടെത്തുകയും ചെയ്യുന്നു. എന്നാൽ പൊടുന്നനെ അതിൽ നിന്ന് ഒരു പ്രത്യേകതരം സ്കിമാറ്റിക്സ് വിസിബിൾ ആകുന്നു. ഇത് സംരക്ഷിക്കാൻ വേണ്ടിയാണ് യോണ്ടു തന്റെ ജീവൻ വരെ കളഞ്ഞതെന്ന് നെബുലയ്ക്ക് മനസ്സിലായി. എന്നാൽ സാൻഡാറിന്റെ കമ്പ്യൂട്ടർ ഡാറ്റാബേസിലോ ഷാഡോ നെറ്റ്വർക്ക് അഥവാ ഡാർക്ക് വെബിൽ പോലും ഇതിന്റെ ഒരു റിസൾട്ട് നെബുലയ്ക്ക് കാണാൻ സാധിച്ചില്ല. ഇതിനിടെ നോവ പ്രൈം നെബുലയെ കോൺടാക്ട് ചെയ്യുകയും ക്രൈം സീനിൽ നിന്ന് കിട്ടിയ എവിഡൻസ് കൊണ്ട് നിനക്ക് ഇഷ്ടമുള്ളതുപോലെ റൂൾ എല്ലാം മാറ്റി സാൻഡാറിനെ രക്ഷിക്കണമെന്ന് പറയുകയും എന്നാൽ നെബുലയ്ക്ക് നോവ പ്രൈം പറയുന്നതും എന്തൊക്കെയോ സംശയങ്ങൾ ഉണ്ടാക്കി. തുടർന്ന് യാക്കാരോയിൽ നിന്നുള്ള സ്കിമാറ്റിക്സിന്റെ ഡീറ്റെയിൽസ് നോക്കി നെബുല ഒരു ബാറിലേക്ക് പോകുന്നു. അവിടെയായിട്ട് കാസിനോ ഡീലറായ ഗ്രൂട്ടിനെയും ബാർടെൻഡറായ കോർഗനെയും ഷെഫായ മീക്കിനെയും കാണാം. ഇതിനിടെ അവിടെ ഗെയിം കളിക്കുന്ന ഡ്രാക്സും ഉണ്ട്. സത്യത്തിൽ സാൻഡാറിന്റെ പ്ലാനറ്ററി ഷീൽഡ് ക്ലോസ് ആക്കുന്ന ടൈമിൽ അവിടെ സ്റ്റക്ക് ആയി പോയതാണ് ഡ്രാക്സ്. അവിടുന്ന് നെബുല നേരെ പോകുന്നത് ഹോവാർഡ് ദി ഡക്കിന്റെ അടുത്തേക്കാണ്. ശരിക്കും മെയിൻ എംസിയുനേക്കാൾ വാട്ട് ഇഫിലാണ് ഹോവാർഡ് ദി ഡക്കിനെ നമ്മൾ കൂടുതലായും കാണുന്നത്. സാൻഡാറിലായിട്ട് ക്രിമിനൽ എന്റർപ്രൈസ് നടത്തുന്ന ഹോവാർഡ് ദി ഡക്കിന്റെ തന്നെയാണ് ഈ കാസിനോയും. അവിടെ മിൻഡി എന്ന ഹോവാർഡിന്റെ ലവറിനെയും കാണാം. ഈ സ്കിമാറ്റിക്സിനെ കുറിച്ച് ചോദിച്ചതോടെ ഹോവാർഡിന് അതിനെക്കുറിച്ച് വലിയ പിടുത്തമില്ലായിരുന്നു. എന്നാൽ കോർഗിന് അതറിയാമായിരുന്നു. അതൊരു ഓൾഡ് സിറ്റി വൈറ്റ് മെയിൻ ഫ്രെയിം കോർ ആണ്. സാനിറ്റേഷൻ ഡിപ്പാർട്ട്മെന്റ്, മെറ്റാഡാറ്റ, അൺപെയ്ഡ് പാർക്കിംഗ് ടിക്കറ്റ്സ്, റഷ് അവർ സ്റ്റാറ്റിസ്റ്റിക്സ് അടക്കം പ്ലാനറ്ററി ഷീൽഡ് ജനറേറ്ററിന്റെ സോഴ്സ് കോഡ് വരെ ഉള്ളത് ഈ സാൻഡാറിന്റെ ഈ ഡാറ്റ കോറിനുള്ളിലാണ്. അതോടെ ആരോ പ്ലാനറ്ററി ഷീൽഡ് തകർക്കാനുള്ള പ്ലാൻ ആണെന്ന് അവർ മനസ്സിലാക്കുന്നു. ഇനി വേണ്ടത് ആ മെയിൻ ഫ്രെയിമിലേക്ക് കടന്ന് ആ കോഡുകൾ ഡിസ്ട്രോയ് ചെയ്യലാണ് ഒരേ ഒരു മാർഗം. എന്നാൽ അത് അത്ര എളുപ്പമല്ല. അതിന് ഒരാളുടെ സഹായം വേണ്ടിവരും. ഇതിനു മുമ്പ് സാൻഡാറിന്റെ സിസ്റ്റം ഇൻഫിൽട്രേറ്റ് ചെയ്ത ഒരാളുടെ സഹായം. അങ്ങനെ സാൻഡാറിയൻ കറക്ഷണൽ ഫെസിലിറ്റിയിൽ എത്തിയ നെബുല ക്രീ ഇംപീരിയലായ യോൺ റോഗിനെ മീറ്റ് ചെയ്യുന്നു. അതെ, ക്യാപ്റ്റൻ മാർവൽ മൂവിയിൽ നാം കണ്ടിട്ടുള്ള യോൺ റോഗിനെ തന്നെ. ക്യാപ്റ്റൻ മാർവൽ മൂവിയുടെ പ്രീക്വൽ നോവൽ ബുക്കായ ക്യാപ്റ്റൻ മാർവൽ സ്റ്റാർ ഫോഴ്സ് ഓൺ ദി റേസിലായിട്ട് യോൺ റോഗ് വെപ്പൺസിന്റെ സ്കിമാറ്റിക്സിന് വേണ്ടി സാൻഡേറിയൻ എയർ സ്പേസിനുള്ളിലായിട്ടുള്ള സാൻഡേറിയൻ കൺട്രോളർ പ്ലാനറ്റ് ആയ സിജിൽ ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഇതിനു മുമ്പും യോൺ റോഗ് സാൻഡാറിന്റെ സിസ്റ്റം ഇൻഫിൽട്രേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അർത്ഥം. അങ്ങനെ ഒരുവിധം അവിടുന്ന് രക്ഷപ്പെട്ട നെബുലയും യോൺ റോഗും കൂടി മെയിൻ ഫ്രെയിമിലേക്ക് പോകുന്നു. ഇതിനിടെ യോൺ റോഗ് രക്ഷപ്പെടാതിരിക്കാൻ ഓൾറെഡി തന്നെ എജക്ഷൻ സീറ്റ് ഡിസബിൾ ആക്കിയിരുന്നു നെബുല. അങ്ങനെ അവിടെ എത്തി ഇവർ 2200 സ്റ്റെപ്പുകൾ ഇറങ്ങാതെ ഇടയ്ക്കുള്ള ഒരു കൺട്രോൾ ഹോൾ തകർത്ത് അതുവഴി താഴേക്ക് ഇറങ്ങുന്നു. അവിടെ എത്തി അവർ കോർ ഓവർ ഹീറ്റ് ചെയ്ത് വെള്ളം കടത്തി അകത്തേക്ക് കയറുകയും മെയിൻ ഫ്രെയിം കോറിന് അടുത്തെത്തുകയും ചെയ്യുന്നു. അകത്തേക്ക് കയറാൻ ആക്സസ് പോർട്ടുകളോ ഡിസ്ക് ഡ്രൈവുകളോ കൺട്രോൾ പാനൽസോ ഒന്നുമില്ല. ഒരു സൈബോർഗിന് മാത്രമേ അത് ആക്സസ് ചെയ്യാൻ സാധിക്കൂ. അങ്ങനെ അതിന്റെ കേബിൾസ് വെച്ച് ആ സോഴ്സ് കോഡ് എല്ലാം നെബുല തന്റെ സൈബോർഗ് ബോഡിയിലേക്ക് ഡൗൺലോഡ് ചെയ്യുകയും കോറിൽ നിന്നും അതിന്റെ സോഴ്സ് കോഡ് എല്ലാം ഡിലീറ്റ് ആക്കുകയും ചെയ്യുന്നു. ഇനി വേറെ ആർക്കും ആ സോഴ്സ് കോഡ് ആ കോറിൽ നിന്ന് കിട്ടില്ല. എന്നാൽ അതിൽ നിന്നും ലോഗ് ഔട്ട് ആകുന്നതിന് മുമ്പേ യോൺ റോഗ് ഒരു പെൻഡ്രൈവ് കൊണ്ട് ആ കോഡ് എല്ലാം കോപ്പി ചെയ്യുകയും അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ലോഗ് ഔട്ട് ആയി നെബുല രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും ആ ഡോർ അടയുകയും കോർ ഓവർ ഹീറ്റ് ആയി പൊട്ടിത്തെറിക്കുകയും ചെയ്തു. എന്നാൽ ഒരു വിധത്തിൽ മറ്റൊരു ഡോറിലൂടെ നെബുല പുറത്തു കടക്കുന്നു. ആ ബ്ലാസ്റ്റും അവളെ കൊല്ലില്ലെന്ന് അവർ മനസ്സിലാക്കി. ഇതെല്ലാം നോവ പ്രൈമിന്റെ പ്ലാൻ ആയിരുന്നു. യോണ്ടുവിനെ കൊന്നതും ആ കേസ് കൊടുത്ത് ഷീൽഡ് കോഴ്സിലേക്ക് നെബുലയെ വിട്ടതുമെല്ലാം റോണനെ സാൻഡാർ ഇൻവേഡ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. അതെ, നോവ പ്രൈമും യോൺ റോഗും റോണന് വേണ്ടിയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. കാരണം സാൻഡാറിന്റെ ഇൻചാർജ് നോവ പ്രൈമിന് കൊടുക്കാമെന്ന് റോണൻ പ്രോമിസ് ചെയ്തിരുന്നു. കൂടാതെ ഒരു സൈബോർഗിനല്ലാതെ ഡാറ്റ കോർ ആക്സസ് ചെയ്യാൻ പറ്റില്ല. അതിനാൽ അതിനുവേണ്ടി താൻ റിക്രൂട്ട് ചെയ്ത നെബുലയെ തന്നെ അതിനുവേണ്ടി യൂസ് ചെയ്യുകയായിരുന്നു. അവിടുന്ന് പോകും മുന്നേ തന്റെ കൂടെ ഉണ്ടായിരുന്ന കോപ്സ്മെനോട് നെബുലയെ അടിച്ചു തീർത്ത് പാക്സ് എല്ലാം മെൽറ്റ് ചെയ്യണമെന്ന് വരെ പറയുന്നുണ്ട്. അടിയേറ്റ അവശയായ നെബുല ഒരു വിധത്തിൽ അവിടുന്ന് ചാടി രക്ഷപ്പെടുന്നു. അവൾ രക്ഷപ്പെടില്ല
എന്ന് അവർ വിചാരിച്ചെങ്കിലും ഒരു സൈബോർഗ് ആയതിനാൽ തന്നെ പാത്സ് ആയിട്ട് നെബുലയ്ക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ നടന്നു വന്ന നെബുല ഹൊവാർഡിന്റെ കാസിനോയിലേക്ക് വരുന്നവരെ ആളുകൾ പ്രതിഷേധം നടത്തുന്നതും നെബുലയെ തള്ളുന്നതും ഒക്കെ കാണാം. നോവാ കോപ്സിനോടുള്ള വിശ്വാസം പോയ അവർ ക്സാൻഡറിനെ ഫ്രീ ആക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അങ്ങനെ കാസിനോയിലെത്തിയ നെബുലയെ കണ്ട് ഹൊവാർഡും കൂട്ടരും ഞെട്ടി. ആ സമയം ഗ്രൂട്ടും കോർഗും മീക്കും സ്റ്റോൺ പേപ്പർ സിസേഴ്സ് കളിക്കുകയായിരുന്നു. റോക്ക് കോർഗും പേപ്പർ ഗ്രൂട്ടും സിസർ മീക്കും. അപ്പോഴാണ് അവിടേക്ക് നെബുല കടന്നു വരുന്നത്. അവർ അവളെ പിടിച്ചിരുത്തി. എനിക്ക് ഒരു കുഴപ്പവുമില്ല, ഒരു കയ്യും ഗണ്ണും ഡ്രിങ്കും മാത്രം മതിയെന്നും പറഞ്ഞ് എണീറ്റതും ഒറ്റയടിക്ക് വീണു. കൂടെ തന്നെ കാസിനോ ഗെയിമിലും ക്ലിക്കായി പൈസയും പുറത്തു വന്നു. അത് ശരിക്കും ഹൊവാർഡ് ആരും ജയിക്കാത്ത രീതിയിലാക്കി വെച്ചിരിക്കുകയായിരുന്നു. അത് പേ ചെയ്യാത്തതല്ലേ എന്ന് ഹൊവാർഡ് അവരോട് ചോദിക്കുന്നു. അങ്ങനെ അവർ നെബുലയെ റിപ്പയർ ആക്കുന്നു. എന്നാൽ റോണൻ വന്ന് ക്സാൻഡറെ തകർക്കുമെന്ന് പറഞ്ഞിട്ട് പോലും ഗൺസ് കൊടുക്കില്ലെന്ന് പറഞ്ഞ ഹൊവാർഡ് അവന്റെ ലൈസൻസ് കട്ട് ചെയ്യുമെന്ന് കേട്ടതോടെ അപ്പൊ തന്നെ നെബുലയ്ക്കൊപ്പം കൂടി. അവർ വെപ്പൺസ് റെഡിയാക്കി. ഒപ്പം തന്നെ യോണ്ടുവിന്റെ യാക്കാരോ കൺട്രോളർ നെബുലയും യൂസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നെബുലയ്ക്കൊപ്പം ഹൊവാർഡ് ഡക്കും കോർഗും മീക്കും കൂടി ചേർന്ന ഒരു ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി ടീം തന്നെ അവർ സെറ്റ് ആക്കുന്നു. മാത്രമല്ല ആ യൂണിവേഴ്സിലാണെങ്കിൽ ഒറിജിനൽ ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി ടീമും ഇല്ല. അതുകൊണ്ട് തന്നെ മൂവിയിൽ കണ്ടതുപോലെ ക്സാൻഡറിനെ രക്ഷിക്കാൻ അവർ വരില്ല. ഇതിനിടെ സോഴ്സ് കോഡ് വെച്ച് ഷീൽഡ് ഓപ്പൺ ആക്കി റോണന്റെ ഷിപ്പ് ക്സാൻഡറിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു. യാക്കാരോ കൊണ്ട് ഗാറ്റ്സിനെ എല്ലാം കൊന്ന് നെബുലയും കൂട്ടരും അകത്ത് കടക്കുന്നു. എന്നാൽ പൊടുന്നനെ ഷീൽഡ് വീണ്ടും ക്ലോസ് ആയി അതിനിടയിൽപ്പെട്ട് റോണനും ആ ഷിപ്പും അടക്കം എല്ലാം നശിക്കുന്നു. എല്ലാം ഒറ്റയടിക്ക് തീർന്നതുപോലെ. ഇത് കണ്ട് നോവ പ്രൈമും ഞെട്ടുന്നു. സത്യത്തിൽ എന്ത് വില കൊടുത്തും ഈ കേസ് സോൾവ് ആക്കണമെന്ന് നോവ പ്രൈം പറഞ്ഞപ്പോൾ തന്നെ സീക്ക് ദി ലൈറ്റ്, ബി ദി ലൈറ്റ്, നെവർ സ്ട്രേ ഫ്രം ഇറ്റ്സ് പാത്ത് എന്ന റൂൾ നോവ പ്രൈം ബ്രേക്ക് ചെയ്തെന്ന് നെബുല മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ നെബുല ഓൾറെഡി തന്നെ ആ കോഡ് ഡബിൾ ക്രോസ് ചെയ്തിരുന്നു. അങ്ങനെ അവിടെ ഒരു ഫൈറ്റ് തന്നെ ഉണ്ടാകുന്നു. ഹൾക്ക് ലോക്കി ഇട്ടടിക്കുന്ന പോലെയുള്ള കോർഗിന്റെ അടിയും 80s ഹൊവാർഡ് ഡക്ക് മൂവി പോലെ ഐക്കോണിക് ആയി ഗൺഫയർ ചെയ്യുന്ന ഹൊവാർഡ് ഡക്കിനെയും ഇവിടെ കാണാം. ആ ഫൈറ്റിങ്ങിനൊടുവിൽ ഷിപ്പ് ക്രാഷായി താഴേക്ക് വീരാൻ പോയ നോവ പ്രൈമിനെ തന്നെ പണ്ട് രക്ഷിച്ചതുപോലെ നെബുല തിരിച്ചും സഹായിക്കാൻ നോക്കിയെങ്കിലും അത് അവരെ ഡിസേർവ് ചെയ്തിരുന്നില്ല. അങ്ങനെ നോവ പ്രൈം താഴേക്ക് വീഴുന്നു. അങ്ങനെ ആ പ്ലാനറ്ററി ഷീൽഡ് വീണ്ടും വർഷങ്ങൾക്ക് ശേഷം ഓട്ടോമാറ്റിക് ഓപ്പൺ ആയി ക്സാൻഡർ പണ്ടത്തെ പോലെ വെളിച്ചത്തിലേക്ക് കടക്കുന്നു. ഇപ്പൊ ക്സാൻഡറിന് ഒരു ഭീഷണിയും തന്നെയില്ല. ഒടുവിൽ ഹൊവാർഡിനോട് കാണാമെന്ന് പറഞ്ഞ നെബുലയും പോകുന്നു. ഇതോടുകൂടി ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഡാർക്കർ ഷെയ്ഡിൽ സൈബർ പങ്ക് ക്രൈം മോഡലിൽ പോകുന്ന കുറച്ച് ട്വിസ്റ്റ് ഒക്കെയുള്ള ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു ഇത്. ഈ എപ്പിസോഡ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്ന് കമന്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും വരെ സൈനിങ് ഔട്ട് GCM.